ഇനി അപ്പനെ കുറ്റം വിധിക്കാൻ എനിക്ക് ഒന്നും പറയാനില്ല. ഈ കുടുംബത്തിന് വേണ്ടി അയാൾ നടത്തുന്ന കഷ്ടപ്പാടുകൾ, ഓട്ടപ്പാച്ചിലുകൾ, അമ്മയെക്കുറിച്ച് എനിക്കൊരു വാക്കും എതിർത്ത് പറയാനില്ല. അമ്മയുടെ കരിപുരണ്ട മുഖം, ഇങ്ങനെ തീപ്പൊള്ളലേറ്റ കൈകൾ, മക്കളെക്കുറിച്ച് കുറ്റമൊന്നും പറയാനില്ല. ശരിക്കും ഇങ്ങനെ ഒരു മക്കള് ഈ ഇതുപോലുള്ളൊരു കുടുംബ സാഹചര്യത്തിൽ അവരെ മനസ്സിലാക്കാഞ്ഞിട്ട് പോലും അവരിങ്ങനെ കൂട്ടു നിൽക്കുന്നില്ലേ, രാത്രി ഇറങ്ങിപ്പോവാതിരിക്കുന്നില്ലേ. മാതാപിതാക്കളെ കുറിച്ച് ഒരു കുറ്റവും പറയാനില്ല. എന്തൊക്കെ മാറ്റി വെച്ചാണ് അവർ ഞങ്ങളെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്നത്. സഹോദരങ്ങളെ കുറിച്ച് കർത്താവെ നന്ദി മാത്രമേ പറയാനുള്ളൂ. ഒരു വാക്കുകൊണ്ട് പോലും ഒരു വിധി പറയാതെ, പഴിചാരാതെ ഒന്ന് ചേർത്ത് പിടിക്കാനുള്ള സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ബന്ധങ്ങളെ ആശീർവദിക്കണേ എന്നുള്ള വലിയ അപേക്ഷയോടുകൂടെ കർത്താവിൻ്റെ അനുഗ്രഹം സ്വീകരിക്കാം. ഈ വീടിൻ്റെ അകത്തളങ്ങളിൽ പോലും നമ്മൾ വിധിക്കപ്പെടുന്നുവെങ്കിൽ, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെയൊക്കെ കുറ്റം പറയാൻ തുടങ്ങുന്നുവെങ്കിൽ, ഇനി ഇവരൊക്കെ എവിടെ പോകാനാണെന്ന് കൂടി ഒന്ന് ആലോചിച്ചു. എല്ലാ കുറ്റങ്ങൾക്കും എല്ലാ കുറവുകൾക്കും ശേഷം നോടി വന്ന് സ്വസ്ഥമാകാനായിട്ടുള്ള ഇടമായി നമ്മുടെ കുടുംബങ്ങൾ സ്നേഹം കൊണ്ട് നിറയട്ടെ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് കിടക്കാനായി പോകാം.